വെൽക്കം ബാക്ക് ടു ഷിബ്ലാസ് കിച്ചൺ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഇഫ്താർ സ്നാക്കുമായിട്ടാണ്. നമ്മുടെ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ചെയ്തിട്ടുള്ള നല്ലൊരു സ്നാക്കാണിത്. നല്ലൊരു അടിപൊളി പൊട്ടാറ്റോ ഫ്രിറ്റേഴ്സാണ്. നല്ല ടേസ്റ്റിയാണ്. നമുക്ക് ഇഫ്താറിൻ്റെ സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. അതുപോലെ തന്നെ തയ്യാറാക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പൊട്ടാറ്റോ സ്നാക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാനായിട്ട് ഇത്രയുള്ള 3 പൊട്ടാറ്റോ തൊലിയൊക്കെ കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കും പോലെ തന്നെ ചെറിയ നൈസായിട്ട് കട്ട് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്രേറ്റർ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം. പക്ഷേ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഇതുപോലെ കുനുകുനാന്ന് അരിഞ്ഞെടുക്കുന്നതാണ്. ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇത് നല്ല തണുത്ത വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഐസ് വാട്ടർ ആണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നോർമൽ വാട്ടർ എടുത്താലും മതി. ഇനി ഈ വെള്ളത്തിൽ നമുക്കിത് നന്നായിട്ട് ഒരു 5 മിനിറ്റ് മുക്കി വെച്ചതിന് ശേഷം കഴുകിയെടുക്കുക. എന്നിട്ട് 2-3 വെള്ളത്തിലും കൂടി കഴുകിയെടുക്കുക. ഇപ്പം ഞാനൊരു 2-3 വെള്ളത്തിൽ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വാർത്തെടുക്കുക. അരിപ്പയിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റൊക്കെ വെള്ളം നന്നായിട്ട് പോകുന്നത് വരെ വെയിറ്റ് ചെയ്യണം. വെള്ളം നന്നായിട്ട് പോയതിന് ശേഷം നമ്മൾ ഇതിലോട്ട് ഒരു സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ 1 ടീസ്പൂൺ ചിക്കൻ മസാല പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 4-5 ടേബിൾ സ്പൂണ് കടലമാവ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടലമാവിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നമ്മൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. എന്നാലും ഞാനൊരു 5 ടേബിൾ സ്പൂൺ ഏകദേശം ഒരു കണക്ക് പറഞ്ഞതാണ് കേട്ടോ. ഇപ്പോൾ ഒരു 5 ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിതിൻ്റെ കൺസിസ്റ്റൻസി കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമുക്ക് വേണ്ടത്. കുറച്ചൊന്ന് ലൂസാണ്, എന്നാൽ ഒരുപാട് ലൂസും അല്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ്. ഞാൻ അവസാനം കാണിച്ചു തരാം. ഇനി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ചിക്കൻ സ്റ്റോക്കാണ്. അപ്പോൾ ഇത് തികച്ചും ഓപ്ഷണലാണ്. ഞാൻ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റോക്കിൻ്റെ പകുതി മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ സ്റ്റോക്കും കൂടി ചേർത്ത് കൊടുത്തിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കറിവേപ്പിലയാണ്. അപ്പോൾ കറിവേപ്പില ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില ഉണ്ടെന്നുണ്ടെങ്കിൽ മല്ലിയിലയും കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാൻ പറ്റും. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമ്മുടെ ഈ ഒരു മാവ് വേണ്ടത്. നമുക്ക് സ്പൂണ് കൊണ്ട് ഇതുപോലെ കോരിയെടുക്കാൻ പാകത്തിലുള്ള കൺസിസ്റ്റൻസിയാണ്. ഓവറായിട്ട് ലൂസും അല്ല, എന്നാൽ ഓവറായിട്ട് ടൈറ്റും അല്ല. ഇപ്പം നമ്മുടെ ഓയിൽ ചൂടായിട്ടുണ്ട്. നമ്മൾ ആ ഒരു ബാറ്റർ റെഡിയാക്കിയ പാടെ തന്നെ ഓയിൽ ചൂടാക്കിയിട്ട് ഓയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓയിൽ നല്ല പോലെ ചൂടായതിന് ശേഷം നമ്മളൊരു സ്പൂണ് അതിൽ നിന്നും മിക്സ് എടുക്കുക. എന്നിട്ട് നമുക്ക് എണ്ണയിലോട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് സ്പൂൺ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നല്ല പരന്നിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ സ്പൂൺ വെച്ചിട്ടാണ് നമ്മൾ ഇടുക. കൈ വെച്ചിട്ടാണെങ്കിൽ കുഴപ്പമില്ല, കൈ വെച്ചിട്ട് ഇട്ടാലും മതി. നല്ല ചൂടായ എണ്ണയിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പം മീഡിയം ചൂടുള്ള എണ്ണയിലൊന്നും പോരാ, നല്ല ചൂടായ എണ്ണയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റണം. കാരണം നമ്മളിതിൽ പൊട്ടാറ്റോ പച്ചക്കാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് കുറച്ച് വേവാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഹൈ ഫ്ലെയിമിൽ നമ്മൾ ഈ ഒരു മിക്സ് ഇട്ട് കൊടുക്കുമ്പം ഹൈ ഫ്ലെയിമിൽ വേണം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ തന്നെ മുഴുവൻ സമയം ഇട്ട് കഴിഞ്ഞാൽ പുറമേ വേഗം കരിഞ്ഞു പോവും, ഉൾഭാഗം വേവില്ല. അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 2-3 മിനിറ്റൊക്കെ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അതിനിടയ്ക്ക് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുക്കണം. 2 സൈഡും ഒരേപോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആവാൻ വേണ്ടിയിട്ടും 2 സൈഡും ഒരേപോലെ വേവാൻ വേണ്ടിയിട്ടും. അപ്പോൾ ഈ ഒരു ഫ്രൈ ചെയ്യുന്ന ഭാഗം നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഉൾഭാഗം നല്ലതുപോലെ കുക്കായിട്ട് വരില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും ഉൾഭാഗം നല്ല സോഫ്റ്റും ആയിട്ടിരിക്കുന്ന ഒരു ടൈപ്പാണ്.
ഈ ഒരു കളർ ആവുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നും ഇത് കോരി മാറ്റാം. ഇപ്പം നമ്മുടെ പൊട്ടാറ്റോ ഫ്രിറ്റേഴ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് എടുത്താൽ മതി. അപ്പം ഞാൻ എല്ലാതും കൂടെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം അതാ കണ്ടില്ലേ, ഇതുപോലെയാണ് ഉണ്ടാവുക. ഇത് പുറം ഭാഗം നല്ല ക്രിസ്പിയാണ്, അതുപോലെ തന്നെ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആണ്. ഇത് നമുക്ക് നല്ല ടൊമാറ്റോ സോസിന്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ മയോണൈസിന്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. വെറും 10 മിനിറ്റിനുള്ളിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇതിന്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. അതുവരേക്കും താങ്ക്